CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിന് സസ്പെൻഷൻ. നടപടിയെടുത്തത് ക്ഷീരസംഘം ഭരണസമിതി യോഗം. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്ന് ഈടാക്കാനുമുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം. 11 +2 വിദ്യാർത്ഥികൾക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ പതിവാകുന്നത് സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും തലവേദനയാകുന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലി തകർത്തു. സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസ്. പ്രവാസിയായ പുഴങ്ങരയില്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലി തകർത്തത്. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പണിയുവാനുള്ള സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ വെള്ളാറ്റഞ്ഞൂരിലുള്ള റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മയുടെ അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. പാലയൂർ കിക്കിരിമുട്ടം നഗറിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച അപകടം. മതിലുകൾ തകർന്നു. വിവാഹാഘോഷത്തിന് പോവുകയായിരുന്ന ഗുരുവായൂർ പടിഞ്ഞാറേനട ഗാന്ധിനഗർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ നിറപുത്തിരി ചടങ്ങുകൾ നടത്തി. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദഊട്ടും ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുഴയിലും പരിസരത്തും മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നടപടിയെടുക്കാനാകാതെ അധികാരികൾ. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ കുരുത്തിച്ചാൽ പ്രദേശത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നത്. പുതുക്കിപ്പണിയുന്ന വേലൂർ പഞ്ചായത്തിലെ തോന്നല്ലൂർ 84 നമ്പർ അങ്കണവാടിയുടെ ശിലാസ്ഥാപനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കടവല്ലൂർ പാറപ്പുറത്ത് പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. പാറപ്പുറം കൊട്ടിലിങ്ങൽ വളപ്പിൽ 72 വയസ്സുള്ള ശ്രീരാമനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിനു സമീപത്തെ പാടത്ത് വെള്ളത്തിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.